ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന. ഇനി ക്രിക്കറ്റ് ആരാധകരെ കാത്തിരിക്കുന്നത് IPL മാമാങ്കമാണ്. അതിൻ്റെ ഷെഡ്യൂൾ ഇന്നലെ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. മാർച്ച് 28-ാം തീയതി നടക്കുന്ന ആദ്യ മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ RCBയുടെ എതിരാളികൾ SRH ആണ്. അതേസമയം മാർച്ച് 30-ാം തീയതിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ ആദ്യ മത്സരം കളിക്കുക. സഞ്ജു സാംസൺ തൻ്റെ CSKക്ക് വേണ്ടിയുള്ള ആദ്യ മത്സരത്തിൽ മുൻ ടീമായ രാജസ്ഥാൻ റോയൽസിനെയാണ് നേരിടുക. ഏതായാലും ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റൂമർ നേരത്തെ വ്യാപകമായി കൊണ്ട് പ്രചരിച്ചിരുന്നു. പല മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് സുരേഷ് റൈന ചെന്നൈ സൂപ്പർ കിങ്സിൽ തിരിച്ചെത്തി, പ്രത്യേകിച്ച് ഫീൽഡിംഗ് പരിശീലകനായിക്കൊണ്ട് തിരിച്ചെത്തി എന്ന തരത്തിലുള്ള റൂമറുകളായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത്. അക്കാര്യത്തിൽ CSKയുടെ CEO ആയ കാശി വിശ്വനാഥൻ ഇപ്പോൾ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. അതായത് റൈന CSKയിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് കാശി വിശ്വനാഥൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സുരേഷ് റൈന CSKയുടെ ഫീൽഡിംഗ് പരിശീലകനായിക്കൊണ്ട് എത്തിയിട്ടില്ല, അത് അടിസ്ഥാനരഹിതമായ ഒരു റൂമർ മാത്രമാണ്. ഇതാണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത്. ഇതോടുകൂടി അക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയാണ്. റൈന CSKയിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. അതേസമയം വരുന്ന IPLലെ എല്ലാ മത്സരങ്ങളും ധോണി കളിക്കും എന്ന കാര്യം കൂടി കാശി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ധോണിയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ധോണി വരുന്ന IPLലെ എല്ലാ മത്സരങ്ങളും കളിക്കും, അതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ എങ്ങനെ കളിപ്പിക്കണം എന്നുള്ളത് കോച്ചിങ് സ്റ്റാഫാണ് തീരുമാനിക്കുക. ബാറ്റ്സ്മാൻ ആണോ, വിക്കറ്റ് കീപ്പർ ബാറ്റർ ആണോ, അതല്ലെങ്കിൽ ഇമ്പാക്റ്റ് പ്ലെയർ ആണോ എന്നുള്ളതൊക്കെ കോച്ചിങ് സ്റ്റാഫാണ് തീരുമാനിക്കുക. ഇതാണ് കാശി വിശ്വനാഥൻ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ ഒരുക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 5-ാം തീയതിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം അവരെ കാത്തിരിക്കുന്നത്. എതിരാളികൾ RCB ആണ്. ബംഗളൂരുവിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.